ചെയർമാനും കൺവീനറും പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കുകയാണ്. ജോയ് തൊട്ടിത്തറയും ശ്രീ സലാം പ്രിയമുള്ളവരെ, ജനാധിപത്യത്തിന്റെ ഒരു ഉത്സവമായി വയനാട് ഒരു പുതുചരിത്രം രചിക്കുകയാണ്. ആദരണീയനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ആദരണീയനായ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കെ.പി.സി.സിയുടെ പ്രസിഡന്റ് ശ്രീ കെ. സുധാകരൻ MP ഉൾപ്പെടെ എല്ലാവരുടെയും സാന്നിധ്യം ഈ മുട്ടിൽ പൊതുയോഗത്തെ, പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ ആവേശഭരിതമാക്കിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും കൈവീശി പ്രിയങ്ക ഗാന്ധിയെ അഭിവാദ്യം ചെയ്യുകയാണ്. ആവേശത്തോടുകൂടി ഈ മുട്ടിൽ ടൗൺ പ്രിയങ്ക ഗാന്ധി അഭിവാദ്യം ചെയ്യുകയാണ്. ചരിത്രം സൃഷ്ടിക്കാൻ, ജനാധിപത്യത്തിന്റെ ഉത്സവമാക്കി തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ മുട്ടിൽ തടിച്ചുകൂടിയ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഏറെ ആദരണീയയായ പ്രിയങ്ക ഗാന്ധിയെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. My dearest sisters and brothers, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, thank you for being here today and for waiting for me. ഇവിടെ നിങ്ങൾ വന്ന് എനിക്ക് വേണ്ടി കാത്തുനിന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. Thank you for all the love that you are giving me. Every single place I go in Wayanad, I am received with love and affection. നിങ്ങൾ ഞാൻ വയനാട്ടിൽ ഏത് സ്ഥലത്ത് പോവുകയാണെങ്കിലും നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടു കൂടി ഇഷ്ടത്തോടു കൂടിയാണ് എന്നെ സ്വീകരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. Now I realize how much you love my brother Rahul. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം എൻ്റെ സഹോദരൻ രാഹുലിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നുണ്ട്. He loves you very much as well. അദ്ദേഹവും നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. Every day he calls me and asks me how are things. എല്ലാ ദിവസവും രാഹുൽ എന്നെ വിളിച്ചു ചോദിക്കും ഇവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നു. And next thing he says is, aren't the people of Wayanad sweet? എപ്പോഴും അദ്ദേഹനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അടുത്ത് ചോദിക്കുന്ന കാര്യമാണ്, വയനാട്ടിലെ ആളുകൾ നല്ല മനോഹരരായ ആളുകളല്ലേ എന്നാണ് അദ്ദേഹം എന്നോട് എന്നും വിളിച്ച് ചോദിക്കുന്നത്. I think he is missing you and he is still feeling bad that he had to leave. എനിക്ക് തോന്നുന്നത് രാഹുൽ ഇപ്പോഴും നിങ്ങളെ മിസ് ചെയ്യാണ്, നിങ്ങളെ കാണാത്തതിന്റെ വിഷമമുണ്ട്. ഈ നിയോജക മണ്ഡലം, പാർലമെന്റ് മണ്ഡലവും നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നതിൽ അദ്ദേഹത്തിന് ഇപ്പോഴും വലിയ സങ്കടം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. This bond of love that you share with him, it's a mutual bond of love, of respect. നിങ്ങളും രാഹുലും തമ്മിലുള്ള പരസ്പര ബന്ധം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഒരു ബന്ധമാണ്. It's also rare. അത് അപൂർവമാണ് ഇത്തരം ഒരു ബന്ധം എന്ന് പറയുന്നത്. Especially in politics. പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിൽ ഇത് അപൂർവമായ ഒരു ബന്ധമാണ്. Because many leaders in politics, once they have power, once they are sort of well known, they forget about the public. കാരണം എന്താണെന്നറിയോ, രാഷ്ട്രീയത്തിൽ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ ഒരിക്കൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ അറിയപ്പെടാനൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ അവർ സാധാരണ ജനങ്ങളെ മറന്നു പോകുന്ന ഒരു കാഴ്ചയാണ് പൊതുവെ നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്നത്. They forget that the power they have is actually the power of the people. പലപ്പോഴും അവർ മറന്നു പോകുന്നത് എന്ത്, രാഷ്ട്രീയ നേതാക്കൾക്കുള്ള അധികാരം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ അധികാരമാണെന്ന് അവർ മറന്നു പോവുകയാണ്. But Rahul is not like that. പക്ഷേ രാഹുൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ നേതാവല്ല. He deeply respects the love that you have given him. നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയ സ്നേഹത്തെ രാഹുൽ ആഴത്തിൽ ബഹുമാനിക്കുന്നുണ്ട്. And my whole family is grateful to you. എൻ്റെ കുടുംബം മുഴുവൻ നിങ്ങളോട് നന്ദിയുള്ളവരാണ്, കടപ്പെട്ടിട്ടുള്ളവരാണ്. For the way in which you stood by him when he was going through the most difficult time in his life. എൻ്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് കൂടി കടന്നു പോയപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അദ്ദേഹത്തിനോടൊപ്പം നിന്നത്, അതിന് എൻ്റെ കുടുംബം നിങ്ങളോട് എന്നും നന്ദിയുള്ളവരാണ്. He was being attacked every single day. എല്ലാ ദിവസവും അദ്ദേഹം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്നു. The BJP mounted a massive social media and media campaign to destroy his reputation. അദ്ദേഹത്തിന്റെ സത്കീർത്തിയും പ്രതിച്ഛായയും നശിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും BJP ഒരു വലിയ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. But I am proud to say, my sisters and brothers of Wayanad,
that it was you who first recognized the truth. പക്ഷേ എന്റെ വയനാട്ടിലെ സഹോദരി സഹോദരന്മാരെ, എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, എന്റെ സഹോദരൻ രാഹുലിലെ സത്യം ആദ്യമായി തിരിച്ചറിഞ്ഞത് ഇവിടെയുള്ള നിങ്ങളാണെന്ന്. You realize that this man is fighting for the right things. He's fighting for you. നിങ്ങൾക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ പോരാടുന്നത് ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മനുഷ്യൻ പോരാടുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. And you have a history. You have a history here in Wayanad of fighting for what is right. It was freedom fighters from Wayanad who fought for the freedom of our country as well. ഇവിടെ വയനാട്ടിൽ നിങ്ങൾക്ക് എന്താണോ ശരി അതിനു വേണ്ടി പോരാടുന്ന ഒരു ചരിത്രമുണ്ട്. വയനാട്ടിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി പോരാടിയവരാണ്. You're a shining example of all that is good and all that is beautiful about our country. ഈ രാജ്യത്ത് എന്തൊക്കെയാണോ നല്ലത്, എന്തൊക്കെയാണ് മനോഹരമായത്, അതിന്റെ ഒരു തിളങ്ങുന്ന ഉദാഹരണമാണ് വയനാടും ഇവിടുത്തെ ജനങ്ങളും. You have a rich tradition of unity amongst the different religious communities. പല മതങ്ങളിലുള്ള ആളുകളുടെ ഇടയിലുള്ള സാഹോദര്യത്തിന്റെ ഐക്യത്തിന്റെ ഒരു സമ്പന്നമായ പാരമ്പര്യം നിങ്ങൾക്കുണ്ട്. Must be one of the few places where somebody like Radha Gopi Menonji became the president of a mosque even though she was a Hindu. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്തുള്ള അപൂർവം ചില പ്രദേശങ്ങളിൽ ഒന്നായിരിക്കും, ഉദാഹരണത്തിന് ശ്രീ ഗോപി മേനോൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മോസ്കിന്റെ പ്രസിഡന്റ് ആയ അപൂർവ സ്ഥലങ്ങളിൽ ഒന്നായിരിക്കും ഇത്. And from here itself so much social service and so much good work has been done. ഇവിടെ തന്നെ ഒരുപാട് സാമൂഹ്യ സേവനങ്ങളും സമൂഹത്തിന് വേണ്ടിയുള്ള നല്ല പ്രവർത്തികളും ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. I just came from Haji Sahib's house. Jamal Muhammad Sahib dedicated his life to service. ഞാനിപ്പോ ഹാജി സാഹിബിന്റെ വീട്ടിലാണ് വന്നത്. ജമാൽ മുഹമ്മദ് സാഹിബ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതം സേവനത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. These are your traditions. ഇതാണ് നിങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. You have beautiful churches, mosques, temples. നിങ്ങൾക്ക് മനോഹരമായ പള്ളികളുണ്ട്, മോസ്കുകളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്. You live in harmony. നിങ്ങൾ പൊരുത്തത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി, ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്നു. You stand for what is right, for the unity of this country. നിങ്ങൾ എന്താണോ ശരിയായത് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി നിങ്ങൾ നിലനിൽക്കുന്നു. And for the values on which our constitution was made. നമ്മുടെ ഭരണഘടന എന്തൊക്കെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നിർമ്മിക്കപ്പെട്ടത് അതിനു വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നു. For me, there can be no greater honor than to represent the people of Wayanad. വയനാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുക എന്നതിലുപരിയായി എനിക്ക് ഇതിലും വലിയ മറ്റൊരു ആദരവ് ലഭിക്കാനില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. This land has immense potential. ഈ ഭൂമിക്ക്, ഈ നാടിന് അപാരമായ സാധ്യതകളുണ്ട്. Look at the crops you grow: coffee, tea, rice, pepper, all the spices. നിങ്ങൾ ഏതൊക്കെ വിളകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് നോക്കൂ. കാപ്പി, തേയില, നെല്ല്, അതുപോലെ കുരുമുളക്, അതുപോലെ എല്ലാ സുഗന്ധദ്രവ്യങ്ങളും ഇവിടെ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. Just think about if proper planning was there, good sort of strong facilities for marketing these crops, for packaging these crops, and you had proper food parks created over here for the production and for the marketing and for the sale of these crops. How much difference it could make. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ ഇവിടെ ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഇതെല്ലാം വിപണിയിൽ എത്തിക്കാനുള്ള, ഇതെല്ലാം കച്ചവടം ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ഭക്ഷ്യ സംസ്കരണ സൗകര്യങ്ങൾ, ഫുഡ് പാർക്കുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം നിങ്ങൾക്ക് ഇതിൽ മുന്നേറാമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. With a strong focus on agriculture and food processing, there could be so much more progress in this industry here. ഇവിടെ കൃഷിയുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ, ഭക്ഷ്യ സംസ്കരണത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ ഈ മേഖലയിൽ ഒരുപാട് പുരോഗതി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. Instead, farmers of Wayanad are facing great difficulties. പക്ഷേ അതിനു പകരം വയനാട്ടിലെ കർഷകർ ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. The prices of crops is falling, especially of coffee. പ്രത്യേകിച്ച് നിങ്ങളുടെ വിളകളുടെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും കാപ്പിയുടെ. Many farmers are forced to take loans and are unable to repay them. പല കർഷകരും വായ്പ എടുക്കാൻ നിർബന്ധിതരാകുകയാണ്, പക്ഷെ പലപ്പോഴും അവർക്ക് കടം തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല. Modi's government's policies are such
that they waive loans for big businessmen, 16 lakh crores of rupees, but they don't waive the loans for farmers. നരേന്ദ്രമോദിയുടെ നയങ്ങൾ എന്താണ് ചെയ്യുന്നത്? വലിയ ബിസിനസ്സുകാരുടെ കടങ്ങളെല്ലാം എഴുതി തള്ളുകയാണ്. 16 ലക്ഷം കോടി രൂപ വരുന്ന കടങ്ങൾ വലിയ ബിസിനസ്സുകാരുടെ എഴുതി തള്ളിയപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളുന്നില്ല ആ ഗവൺമെന്റ്. When your crops are damaged due to rain, you don't get the adequate compensation. മഴ കൊണ്ട് നിങ്ങൾക്ക് കൃഷിനാശം, വിളനാശം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല. And through the area where I have been passing today, the man-animal conflict is an immense issue. ഇന്ന് ഞാൻ വന്നുകൊണ്ടിരുന്ന വഴിയിൽ ഞാൻ പ്രദേശത്തു കൂടി വരികയായിരുന്നു. എവിടെയാണോ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. This morning I met a lady whose husband had been trampled by an elephant. ഒരു കാട്ടാനയാൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യന്റെ ഭാര്യയെ, ആ സ്ത്രീയെ ഞാൻ ഇന്ന് കണ്ടു. I am beginning to understand the extent of the crop loss and the loss of lives that is happening due to the man-animal conflict. മനുഷ്യ വന്യജീവി സംഘർഷം മൂലം നിങ്ങൾക്ക് എത്രമാത്രം വിളനാശം ഉണ്ടാകുന്നു, അതുപോലെ എത്രമാത്രം മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നു, ഇതിന്റെ എല്ലാം വ്യാപ്തി ഞാൻ മനസ്സിലാക്കി തുടങ്ങുകയാണ്. And it is a problem for which we will have to find a solution together. നമ്മൾ ഒരുമിച്ച് പരിഹാരം കണ്ടെത്തേണ്ട ഒരു പ്രശ്നമാണിത്. That lady told me that when her husband was injured, she took him to the hospital in Mananthavadi and they referred him to Kozhikode. ആ സ്ത്രീ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ഭർത്താവിന് മുറിവേറ്റപ്പോൾ അവിടെ മാനന്തവാടിയിലുള്ള ആശുപത്രി കൊണ്ടുപോയി. പക്ഷെ അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. But by the time she reached Kozhikode, he had already passed away. പക്ഷേ അവർ കോഴിക്കോട് ആശുപത്രിയിൽ എത്തുന്ന സമയം കൊണ്ട് ആ മനുഷ്യൻ മരിച്ചുപോയി. Her daughter held my hand and said, the only thing we really need is the medical college. എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവരുടെ മകൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കിവിടെ വയനാട്ടിൽ അത്യാവശ്യമായി വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജാണ്. I stopped on the way and met some timber laborers. ഞാൻ അവിടെ വരുന്ന വഴിയിലെ കുറച്ച് തൊഴിലാളികളെ അവിടെ കണ്ടു, തടിയുമായിട്ട് ബന്ധപ്പെട്ട് പണി ചെയ്യുന്നവർ. I asked them, what is the biggest problem you are facing? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? And they immediately said, we want a medical college. അവരെന്നോട് പെട്ടെന്ന് പറഞ്ഞ മറുപടി ഇതാണ്, ഞങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് വേണം. Before I came here, a lady who I have worked with for many years, who's a nun, a sister in the Mother Teresa's missions, she called me. She said, I am from Wayanad, and all I am asking you, Priyanka, is that if you go there, you must fight for the medical college. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് മദർ തെരേസയുടെ സന്യാസ സമൂഹത്തിൽ എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ, ഒരു കന്യാസ്ത്രീയായ സിസ്റ്റർ എന്നെ വിളിച്ചു. ഞാൻ ആ സിസ്റ്ററിനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, പ്രിയങ്ക, നിങ്ങൾ വയനാട്ടിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ പോരാടേണ്ടത് ഒരു കാര്യത്തിന് വേണ്ടിയാണ്, അത് അവിടുത്തെ മെഡിക്കൽ കോളേജിന് വേണ്ടിയാണ്. I know that my brother has put pressure on the government, and he has raised your voice again and again for this. In fact, it is because of the pressure he put that the status of the existing hospital was changed to medical college and a new board was put there. But unfortunately, the facilities have still not been given. എനിക്കറിയാം എൻ്റെ സഹോദരൻ നിങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാകുന്നതിന് വേണ്ടി ഒരുപാട് സമ്മർദ്ദം ഗവൺമെന്റിന്റെ മേൽ ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് അവിടെയുള്ള ഇപ്പോഴുള്ള ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് വെച്ചത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് വെച്ചതല്ലാതെ മെഡിക്കൽ കോളേജിന് വേണ്ട ഒരു സൗകര്യങ്ങളും ഇതുവരെ അവിടെ ലഭ്യമാക്കിയിട്ടില്ല. So it's very, very important for all of us to fight together to get this medical college to start properly and to give you all the facilities that you deserve. അതുകൊണ്ട് നമ്മൾക്കിത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒരുമിച്ച് ഇവിടുത്തെ മെഡിക്കൽ കോളേജിന് വേണ്ടി പോരാടണം. നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. It's a very, very difficult situation. I can understand that if a family member falls sick, you don't have adequate facilities in the area. And then if you have to take him somewhere else, there is a night ban and night traffic ban, and you are not allowed to move at certain times of the night. നിങ്ങൾക്കറിയാം, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു, നിങ്ങൾക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഇവിടെ മെഡിക്കൽ കോളേജും അതിൻ്റെ വേണ്ട സൗകര്യങ്ങളില്ല. നിങ്ങൾക്ക് അവിടെ ദൂരെ എവിടെയെങ്കിലും ആളിനെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്താ പറ്റുന്നത്? രാത്രി യാത്രാ നിരോധനം കാണും. രാത്രിയിൽ ചില സമയത്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാനും പറ്റുന്നില്ല. I can completely understand, my sisters. If somebody is pregnant and there's a complication and you need a proper hospital and you cannot even travel to reach it, what fear that must be embedding inside you.
how it must be troubling you that if somebody falls really sick, what do you do? എനിക്കറിയാൻ പറ്റും എൻ്റെ സഹോദരിമാർ, ആരെങ്കിലും ഗർഭിണിയായിട്ട് ഒരാൾ വീട്ടിലുണ്ട്, കുറച്ച് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്കൊരു ആശുപത്രിയിൽ കൊണ്ടുപോകണം, പക്ഷെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്തുമാത്രം പേടി ഉണ്ടായിരിക്കും മനസ്സിൽ ആ സമയത്ത്. അതുപോലെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റാത്തപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. And I understand that this problem of health facilities is worst in the tribal areas. എനിക്ക് പറയാം, ഈ ആരോഗ്യ പരിരക്ഷ, ആരോഗ്യ സംവിധാനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ആദിവാസി മേഖലകളിൽ ഇതിലും പരിതാപകരമായ അവസ്ഥയാണെന്ന് എനിക്കറിയാം. There is already so much poverty and so much difficulty, and on top of that even the primary health care centers are not fully functional. നിങ്ങൾക്കറിയാം, ആ പ്രദേശങ്ങളിൽ ഒരുപാട് ദാരിദ്ര്യമുണ്ട്, അതിൻ്റെ കൂടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊന്നുമല്ല, അവിടെ പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങൾ പോലും നന്നായി പ്രവർത്തിക്കുന്നില്ല. Under the Congress government, the Manrega program was started and it provided jobs for those who were the poorest of the poor. കോൺഗ്രസ് ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ നിന്നപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി. ആ പദ്ധതിയുടെ ഭാഗമായി ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് തൊഴിൽ ലഭിച്ചു. This morning I met some sisters from the tribal community. They were Manrega workers. They get 436 rupees a day. ഞാൻ ഇന്ന് രാവിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ഏതാനും സഹോദരിമാരെ കണ്ടു. അവർക്ക് ഒരു ദിവസം കിട്ടുന്നത് 436 രൂപയാണ്. So more funds need to be put into Manrega, better wages need to be given, dairy workers need to be added to them, to the Manrega workers. തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് നമുക്ക് ധാരാളം കൂടുതൽ സാമ്പത്തിക സഹായം നൽകേണ്ടതുണ്ട്, അവിടെ കൂടുതൽ തൊഴിലുണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ നാട്ടിലെ ക്ഷീര കർഷകരെ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാക്കേണ്ടതുണ്ട്. And while you have good education centers up to a certain level, the tribal areas really lack higher education centers and institutions. നിങ്ങൾക്ക് ഒരു പരിധിവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ആദിവാസി മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് സൗകര്യമുള്ള സ്ഥാപനങ്ങൾ ഇന്നും കുറവാണ്. I was very happy to visit the WMO and to see what great work is being done and to see so many bright young people with such a bright future ahead. ഞാൻ WMO കോളേജിൽ പോയി അവിടുത്തെ കുട്ടികളെ സന്ദർശിക്കാൻ, വളരെ ശോഭനമായ ഭാവിയുള്ള ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും അവിടെ കാണാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. But we need more institutions still. പക്ഷേ നമുക്ക് ഇനിയും കൂടുതൽ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആവശ്യമുണ്ട്. My brother worked hard. He provided buses for ambulances and schools in tribal areas and mobile health vans to do the primary health care at least. He also inaugurated some smart Anganwadis to help the people in the tribal areas. എൻ്റെ സഹോദരൻ ആദിവാസി മേഖലകളിൽ ബസ്സുകളും വാഹനങ്ങളും ആംബുലൻസുകളും സ്കൂൾ ബസ്സും നൽകുന്നതിന് വേണ്ടി അദ്ദേഹം വളരെയധികം കഠിനമായി പരിശ്രമിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ ചില സ്മാർട്ട് അംഗനവാടികളും ആരംഭിച്ചു. And Wayanad is so beautiful that if the infrastructure is properly developed, then it has so much more potential for tourism. വയനാട് വളരെ മനോഹരമായ ഒരു നാടാണ്. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും നമ്മൾ വികസിപ്പിച്ചാൽ ടൂറിസത്തിന്റെ, വിനോദസഞ്ചാരത്തിന്റെ അനന്തമായ സാധ്യതകളാണ് വയനാട്ടിലുള്ളത്. The Kalpetta Dam can be developed as a place for tourism, and the canal road that connects 3 panchayats around it needs to be developed as well. അതുപോലെ വിനോദസഞ്ചാരത്തിന് വേണ്ടി കരാപ്പുഴ ഡാം നമുക്ക് വികസിപ്പിക്കണം. അതിന് ചുറ്റുമുള്ള കനാലുകൾ അതുകൂടി നമുക്ക് വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. There is so much talent here. Young people who are sports people playing soccer, volleyball, archery, all this can be developed with the right kind of thinking. വയനാട്ടിൽ ഒരുപാട് കഴിവുണ്ട്. നിങ്ങളുടെ ഇവിടുത്തെ ചെറുപ്പക്കാരായ കുട്ടികളെ ഫുട്ബോൾ കളിക്കുന്ന, വോളിബോൾ കളിക്കുന്ന, അമ്പെയ്ത്ത് പരിശീലിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നല്ല രീതിയിൽ ചിന്തിച്ചാൽ, ആസൂത്രണം ചെയ്താൽ അവരുടെയൊക്കെ കഴിവ് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. But sisters and brothers, I want you to think about why, with so much potential, so much energy, so many natural resources, you are still in a position where you have to beg for a medical college, where you have to beg for your roads to be built, where it's difficult to get drinking water from somewhere. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഇത്രയും കഴിവുണ്ട്, ഇവിടെ ഇത്രയും സാധ്യതകളുണ്ട്, ഇവിടെ ഇത്രയും പ്രകൃതി വിഭവങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് വയനാട്ടുകാരായ നിങ്ങൾക്ക് ഇന്നും ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി, ഒരു മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, മെച്ചപ്പെട്ട റോഡുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇന്നും എന്തുകൊണ്ടാണ് യാചിക്കേണ്ടി വരുന്നത്?
Because if there are governments that actually make policies for the people, then this should not be your situation. പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്ന ഗവൺമെന്റുകളാണ് അധികാരത്തിലിരിക്കെങ്കിൽ ഇങ്ങനെ യാചിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകില്ല. In the last 10 years of Modi ji's rule and the BJP's rule over this country, all we have seen is division, the spread of anger, the spread of fear. നമ്മൾ കഴിഞ്ഞ 10 വർഷങ്ങൾ മോദി ഗവൺമെന്റിന്റെ BJPയുടെ ഭരണത്തിൽ കണ്ടിട്ടുള്ളത് ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയും ദ്വേഷവും വെറുപ്പും കോപവും വളർത്തുന്നത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. We have seen policy after policy after policy benefiting only a handful of big business people. ഒരു പിടി അതിസമ്പന്നരായ വ്യവസായികളെ അവർക്ക് മാത്രം ഗുണമുണ്ടാകുന്ന നയങ്ങളാണ് നമ്മൾ ഒന്നൊന്നായി ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. Government institutions have been weakened. നമ്മുടെ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. Tribal lands have been snatched and given to them. നമ്മുടെ ആദിവാസികളുടെ ഭൂമി അവരിൽ നിന്ന് എടുത്ത് ഈ വ്യവസായികൾക്ക് നൽകുകയാണ്. The rights of citizens have been oppressed. ഈ രാജ്യത്തെ പൗരരുടെ അവകാശങ്ങൾ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Ports, airports, PSUs, subsidiaries of PSUs, everything is being slowly handed over to these same businessmen. നമ്മുടെ രാജ്യത്തെ തുറമുഖങ്ങൾ, നമ്മുടെ രാജ്യത്തെ വിമാനത്താവളങ്ങൾ, നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ ഇവയെല്ലാം പതിയെ പ്രധാനമന്ത്രിയുടെ അതിസമ്പന്നരായ വ്യവസായ സുഹൃത്തുക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. And as soon as elections come near, the distraction begins. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന സമയം തന്നെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നതും ഇവിടെ ആരംഭിക്കും. Instead of answering to the public, why is there the highest unemployment in India today? Instead of answering that question, instead of answering why is there so much price rise that it's become difficult for my sisters to go ahead from day to day, ഇവിടെ ജനങ്ങളോട് ഉത്തരം പറയുന്നതിനപ്പുറം എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇത്രയും വലിയ തൊഴിലില്ലായ്മ നിരക്കുള്ളത്, എന്റെ സഹോദരിമാരോട് എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും വിലക്കയറ്റം ഉണ്ടാകുന്നത് എന്നതിനൊക്കെ മറുപടി പറയുന്നതിന് പകരം നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുകയാണ്. Instead of discussing why so many young people who are well educated see no future for themselves because there are no jobs available. ഇവിടെ ഈ രാജ്യത്ത് ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. നല്ല വിദ്യാഭ്യാസം കിട്ടിയ ചെറുപ്പക്കാർക്ക് എന്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു ഭാവി കാണാൻ പറ്റുന്നില്ല എന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം, instead of addressing the problems of small businesses, shopkeepers, the kind of GST taxes they have to give, ഇപ്പൊ ചെറുകിട വ്യവസായികളുടെ, ചെറുകിട കച്ചവടക്കാരുടെ ഒക്കെ പ്രശ്നങ്ങൾ, അവർക്ക് കൊടുക്കേണ്ടി വരുന്ന GST, ചരക്ക് സേവന നികുതി, ഇതിനെ പറ്റിയുള്ള പ്രശ്നങ്ങൾ, അതിനുത്തരം പറയുന്നതിന് പകരം, as soon as elections are coming, the entire discussion in the media, the entire discussion amongst the BJP politicians is a discussion that spreads fear and spreads hatred amongst people. ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിന് പകരം ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാധ്യമങ്ങൾക്കിടയിൽ, അതുപോലെ തന്നെ BJPയുടെ രാഷ്ട്രീയക്കാരുടെ ഇടയിലുള്ള ചർച്ച മുഴുവൻ ഈ രാജ്യത്ത് എങ്ങനെ ഭയം പരത്താം, ഈ രാജ്യത്ത് എങ്ങനെ വിദ്വേഷം പരത്താം എന്നതിനെക്കുറിച്ച് മാത്രമാണ് അവരുടെ ചർച്ച. And remember what I am saying to you, sisters and brothers. The only people who benefit from your division are the people who are in power today. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങളുടെ ഇടയിൽ വിഭജനം സൃഷ്ടിച്ച് നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിൽ നിന്ന് ഗുണമുണ്ടാവുന്നത് അധികാരത്തിൽ ഇന്നിരിക്കുന്നവർക്ക് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക. And the only reason they divide you, they put fear into your hearts, they put anger into your hearts, they put hatred into your hearts, is so that they can stay in power no matter what. എന്ത് സംഭവിച്ചാലും അധികാരത്തിൽ ഇരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ മനസ്സുകളിൽ വിദ്വേഷം നിറയ്ക്കുന്നത്, നിങ്ങളുടെ മനസ്സുകളിൽ ഭിന്നത നിറയ്ക്കുന്നത്, നിങ്ങളുടെ മനസ്സുകളിൽ ഭയം നിറയ്ക്കുന്നത് അവർക്ക് എന്തു വിധേനയും അധികാരത്തിൽ ഇരിക്കാൻ വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾ ഓർക്കുക. Everything is seen from those eyes. അധികാരത്തിന്റെ ആ കണ്ണുകളിൽ കൂടി മാത്രമാണ് അവരെല്ലാറ്റിനെയും കാണുന്നത്. Even terrible natural disasters like the one that happened here in Wayanad a few months ago. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ നടന്ന ഇത്രയും ദുരന്തം നിറഞ്ഞ ഒരു പ്രകൃതി ദുരന്തത്തെ പോലും അവർ ആ കണ്ണുകളിൽ കൂടെയാണ് കാണുന്നത്. Where hundreds of people were swept away. നൂറുകണക്കിന് ആളുകൾ ആ ദുരന്തത്തിൽ ഒലിച്ചുപോയി. Children were left without entire families. മുഴുവൻ കുടുംബങ്ങളും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ അവിടെ ഒറ്റപ്പെട്ടു പോയി. Old ladies with nobody left to look after them. വയസ്സായ സ്ത്രീകള്, അവരെ നോക്കാൻ ആരുമില്ലാതെ വയസ്സായ സ്ത്രീകൾ ഒറ്റയ്ക്കായി പോയി.
young boys and girls who had lost their sisters, brothers, mother, father, everybody. സഹോദരിമാരെ, സഹോദരന്മാരെ, അച്ഛന്മാരെ, അമ്മമാരെ നഷ്ടപ്പെട്ട ചെറുപ്പക്കാരായ ചെറിയ ആൺകുട്ടികളും പെൺകുട്ടികളും. The Prime Minister came, he visited Wayanad. പ്രധാനമന്ത്രി ഇവിടെ വന്നു, അദ്ദേഹം വയനാട് സന്ദർശിച്ചു. He saw their pain with his own eyes. സ്വന്തം കണ്ണുകൾ കൊണ്ട് ആ മനുഷ്യരുടെ വേദന അദ്ദേഹം കണ്ടു. But he still has not sent the funds for their പക്ഷേ compensation. ഇന്ന് വരെ നിങ്ങൾക്ക് വേണ്ട നഷ്ടപരിഹാരത്തിന് വേണ്ട സാമ്പത്തിക സഹായം അദ്ദേഹം നൽകിയിട്ടില്ല. Because for him and his party, everything is politics. കാരണം അദ്ദേഹത്തിനും നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും എല്ലാം എന്ന് പറയുന്നത് രാഷ്ട്രീയം മാത്രമാണ്. And everything is about power. എല്ലാം അവർക്ക് അധികാരത്തിന് വേണ്ടിയുള്ളത് മാത്രമാണ്. So sisters and brothers, you need to understand that the correct politics, the politics that you should be standing for, is a politics that first respects you above everything else. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ രാജ്യത്തെ ശരിയായ യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ എല്ലാറ്റിനും ഉപരിയായി ബഹുമാനിക്കുന്ന രാഷ്ട്രീയമാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. Health care is your right. ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമാണ്. Having good educational institutions is your right. മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവേണ്ടത് നിങ്ങളുടെ അവകാശമാണ്. Access to drinking water is your right. കുടിവെള്ളം നിങ്ങൾക്ക് ലഭ്യമാകേണ്ടത് നിങ്ങളുടെ അവകാശമാണ്. The development of tourism in your area is your right. നിങ്ങളുടെ പ്രദേശത്തെ വിനോദസഞ്ചാര വികസനം നിങ്ങളുടെ അവകാശമാണ്. Support for farmers, shopkeepers, small businesses, agriculture is your right. കർഷകർക്കും ഇവിടുത്തെ ചെറുകിട കർഷകർക്കും കച്ചവടക്കാർക്കും കിട്ടുന്ന പിന്തുണ നിങ്ങളുടെ അവകാശമാണ്. These are not favors anybody is doing for you. ഇതൊന്നും ആരും നിങ്ങൾക്ക് ചെയ്തു തരേണ്ട ഔദാര്യങ്ങളല്ല. This is the very least any government can do for you. നിങ്ങൾക്ക് വേണ്ടി ഏത് ഗവൺമെന്റും ചെയ്യേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. And so if you have to set politics in this country right, you have to make the right choices when you vote. അതുകൊണ്ട് ഈ രാജ്യത്തെ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് നന്നാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം. ശരിയായ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നടത്തിയിരിക്കണം. Your vote is a great responsibility. നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ്. It is the greatest power given to you by the Constitution of India. ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും മഹത്തായ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ വോട്ടാണ്. It is the power that makes you equal to everybody standing on this stage, to the Prime Minister, to all his ministers, to every single person in this country. ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരോടും, ഈ വേദിയിൽ നിൽക്കുന്ന ആളുകളോടും, ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയോടും, ഈ രാജ്യത്തെ എല്ലാ മന്ത്രിമാരോടും നിങ്ങളെ തുല്യരാക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള വോട്ട് എന്ന് പറയുന്ന ആ അധികാരമാണ്. It is the power to bring about change in your lives, in the country, and to build a better future for your children. നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ രാജ്യത്തിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട ഭാവി ഉണ്ടാക്കുന്നതിന് വേണ്ട മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്കുള്ള അധികാരമാണ്. So use it wisely. അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് നിങ്ങൾ ബുദ്ധിപരമായി ഉപയോഗിക്കുക. I know I don't have to lecture you on this, my sisters and brothers of Wayanad, because you have already used it rightly before. കാരണം ഇതിനെ പറ്റി ഞാൻ നിങ്ങളോട് കൂടുതൽ വിശദമായി പറയേണ്ട ആവശ്യമില്ല എൻ്റെ വയനാട്ടിലെ സഹോദരി സഹോദരന്മാരെ. കാരണം നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വോട്ട് വളരെ ബുദ്ധിപരമായിട്ടാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. You have stood for those who are fighting for the constitution of this country. വയനാട്ടിലെ ജനങ്ങളായി നിങ്ങൾ ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുന്നതാരാണോ അവർക്കൊപ്പം നിലകൊണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ. You have stood for the values upon which our country was founded. ഈ രാജ്യം ഏത് മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ സ്ഥാപിക്കപ്പെട്ടത് ആ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ. And I know, I am sure you will do it again and again. എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ അത് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. For me, each one of you symbolizes a great responsibility too. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത് ഒരു വലിയ ഉത്തരവാദിത്തത്തെയാണ്. This love that you give me, the affection you show me, everywhere I have been going, you wait for me, you welcome me into your home, into your family, like a daughter, like a sister, like a mother. നിങ്ങൾ തരുന്ന വലിയ സ്നേഹം, ഞാൻ എവിടെ പോകുമ്പോഴും നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി എന്നെ കാത്തു നിൽക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ മകളെ പോലെ സഹോദരിയെ പോലെ നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്.
This is the greatest privilege that a human being can aspire for. ശരിക്കും ഒരു മനുഷ്യന് ആഗ്രഹിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. To bring a smile on the faces of others and to be loved by others. നിങ്ങൾ എല്ലാവരുടെയും മുഖത്തുള്ള ഒരു പുഞ്ചിരി, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ അത് മനോഹരമാണ്. So you have already given me much more than I could ask for. എനിക്ക് നിങ്ങളോട് എന്ത് ചോദിക്കാൻ പറ്റും? നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് കൂടുതൽ ഇപ്പൊ തന്നെ നിങ്ങൾ എനിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. And I want to tell you that I will not disappoint you. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണം, നിങ്ങളെ ഒരിക്കലും ഞാൻ നിരാശപ്പെടുത്തില്ല എന്ന് എനിക്ക് നിങ്ങളോട് പറയണം. I will fight for your needs. I will fight for your rights. I will put pressure for all the things that are important to you. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടും. ഇതിനെല്ലാം നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് പരിഹരിക്കുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ ഞാൻ കൃത്യമായി പോരാടും. And whenever you see me, you will know that this love you have given me has not been in vain. നിങ്ങൾ എന്നെ എപ്പോൾ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ എനിക്ക് നൽകുന്ന ഈ സ്നേഹം ഒരിക്കലും വെറുതെ ആവില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. Thank you very much for waiting for me and listening to everything I had to say. I would also like to thank Thankal ji and all my other colleagues from the UDF who are here on the stage today for being here at this meeting. Thank you. നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിന്നതിനും എനിക്ക് പറയാനുള്ളതെല്ലാം കേട്ടതിനും നന്ദി. തങ്ങൾ ജി, അതുപോലെയുള്ള UDF-ന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ വേദിയിലുള്ള എല്ലാ നേതാക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. നന്ദി. പ്രിയപ്പെട്ട തങ്ങൾ നമ്മളോട് ഒരു മിനിറ്റ് സംസാരിക്കും. പ്രിയപ്പെട്ട തങ്ങൾ നമ്മളെ അഭിസംബോധന ചെയ്യാൻ കടന്നു വന്നതാണ്. ആദരണീയനായ തങ്ങളെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ആദരണീയ പ്രിയങ്കാജി, മറ്റു നേതാക്കൾ, ഇവിടെ ഔപചാരികമായി 2 വാക്ക് പറയുന്നുവെന്ന് മാത്രം. ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. വയനാട് മുഴുവനും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി 13-ാം തീയതി അതിരാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തിക്കൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് നമ്മുടെ പ്രിയങ്കരിയായ സഹോദരിയെ നിങ്ങൾ തിരഞ്ഞെടുത്തയക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വാക്കുകൾ വിസ്മരിക്കുന്നു. നന്ദി. പ്രിയപ്പെട്ട UDF-ന്റെ സമുന്നതരായ നേതാക്കന്മാർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അഖിലേന്ത്യാ വൈസ് സീനിയർ